തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ രാമക്ഷേത്രം മാത്രം പോരാ. കാരണം രാജ്യം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെക്കുറിച്ചാണ്. ഇതിൽ നിന്നെല്ലാം വിഷയം മാറ്റണം. അതിനൊരു കലാപം അനിവാര്യമാണ്. ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് സാമുദായിക ചേരിതിരിവുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് നടന്നത്. ആഘോഷങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആയാലും വിനായക ചതുർത്ഥി ആയാലും രാമനവമി ആയാലും സംഘപരിവാറിന് വർഗീയ പ്രചാരണത്തിനുള്ള അവസരങ്ങളാണ്. ഇത്തവണത്തെ ഹോളിയും വ്യത്യസ്തമായിരുന്നില്ല. യുപിയിലെ ബിജ്നൂരിലെ ധാരാപൂർ പൊതുവഴിയിലൂടെ ബൈക്കിൽ വരികയായിരുന്ന മുസ്ലിം മതവിശ്വാസികളെ നേരിട്ടതിങ്ങനെ. भैया 70 साल पुराना है, तुम्हें पता मेन बाजार में होगा तो वही होगा। आज की होली है क्या धाम होगी? RSS ജന്മം കൊണ്ടിട്ട് ഈ അടുത്ത വർഷം 2025 100 വർഷം തികയുകയാണ്. അപ്പോൾ 100 വർഷം തികയുമ്പോൾ അവരുടെ കടുത്ത വർഗീയ ലക്ഷ്യം നേടണം എന്ന് RSS ആഗ്രഹിക്കുന്നു. അതിനാണ് ഇപ്പോഴുള്ള ഈ നടപടികൾ എന്നത് നാം കാണണം. ഇവിടെ ഭരണഘടന രൂപം നൽകിയപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ RSS അതിനെതിരെ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ഭരണഘടനയെപ്പറ്റി ഓർഗനൈസർ ഒരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൻ്റെ എല്ലാ ഭാഗവും ഞാനിപ്പോൾ വിശദമാക്കുന്നില്ല. പക്ഷേ ആ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തെ മനുവിൻ്റെ നിയമങ്ങൾ ഇല്ല എന്നതിൽ വലിയ പ്രതിഷേധമാണ് ഓർഗനൈസർ രേഖപ്പെടുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ നിന്ന് ബിജ്നൂരിലേക്ക് അധികം ദൂരമില്ല. കേരളത്തിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന ആരിഫ് മുഹമ്മദ് ഖാനും UP-കാരനാണ്. ഇവരുടെയെല്ലാം നാട്ടിലാണ് മതത്തിന്റെ പേരിൽ ഒരു ആഘോഷ ദിനത്തിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ നടക്കുന്നത്. ഒരു ഇസ്ലാമിക രാജ്യമായ UAE മോദിയോട് പെരുമാറിയത് ഇങ്ങനെയല്ല. മോദി UAE സന്ദർശിച്ചപ്പോൾ ആരും അദ്ദേഹത്തിന്റെ മതസ്വാതന്ത്ര്യം ഹനിച്ചില്ല. ചെറിയ പ്രകോപനങ്ങളാണ് വലിയ കലാപങ്ങളായി മാറുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലർക്ക് ഒരു കലാപം അനിവാര്യമാണ്. ഈ ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ഇന്ന് രാജ്യത്തെ പല പ്രദേശങ്ങളിലും നടക്കുന്നത്. आज की होली है क्या धाम होगी?